തേങ്ങയൊന്നുമില്ലാതെ അടിപൊളി കൊഴുപ്പുള്ളൊരു കടലക്കറി വെച്ചാലോ. അപ്പോൾ ഇതേടെ കടുക് പൊട്ടുമ്പോഴത്തേക്കും അതിനകത്തോട്ട് സവോള, കറിവേപ്പില, പിന്നെ വേണമെങ്കിൽ നമുക്ക് വറ്റൽമുളക് ഇടാം കേട്ടോ. പച്ചമുളക് ഒരെണ്ണം കൂടെ കീറിയിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വഴറ്റിയാൽ മതി. കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് തേങ്ങ അരച്ചിട്ട് കറിയൊക്കെ വെക്കാം. ഹോസ്റ്റലിലാണെങ്കിൽ നമുക്കിവിടെ മിക്സി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ആ മിക്സി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടിൽ വെക്കും കേട്ടോ. തട്ടിക്കൂട്ടാണെങ്കിലും അടിപൊളിയാണ്. വെള്ളക്കടല, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മുന്നേ ഒരു 2-3 വിസിലൊക്കെ അടുപ്പിച്ച്. അപ്പോൾ പൊടി ഇതുപോലെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഈ സവോള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഇടുക. ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി വഴണ്ട് പോകണ്ട. മുമ്പേ പറഞ്ഞ പോലെ തന്നെ കയ്പായി പോകും കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഉണ്ട്, അത് മറന്നു പോകണ്ട. വേറെ നമ്മൾ ഒരു പൊടിയും ചേർക്കുന്നില്ല. ആ പൊടി ഒന്ന് വഴണ്ട് മാറുമ്പോഴത്തേക്കും നമ്മൾ ഈ കടല വേവിച്ചതും എല്ലാം കൂടെ അതിനകത്തോട്ടങ്ങ് ഇടും. പിന്നെ ഫ്ലേവറിന് വേണ്ടി നമുക്ക് 1-2 ഏലക്ക ഇടാം. അപ്പം നമ്മുടെ സീക്രട്ട് ഇതാണ്, കുറച്ച് റാഗിപ്പൊടി ഇടുക. ആ റാഗിപ്പൊടി ആണെങ്കിൽ കുറച്ച് നമുക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് എളുപ്പമാണ്. തേങ്ങയൊന്നും വേണ്ട, ഹെൽത്തിയുമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഇട്ട് നോക്കിക്കുക, നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഒരുപാട് ഇട്ടരുത്, ഒരുപാടിട്ട കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1-2-3 ഡ്രോപ്സ് ആയിട്ടുള്ള ഒരു ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കുക. അപ്പം നല്ല ഒരു ടേസ്റ്റ് കിട്ടും ഗൈസ്. ഒരുപാട് വേണ്ട, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ ആ ഒരു റാഗിയുടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഈസി കുക്കിനെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.